SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ 2-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. US-ലെ മിനസോട്ട സർവകലാശാല രാസഘടകങ്ങളിൽ നിന്ന് നിർമ്മിച്ച കൃത്രിമ കോശം സ്പട്സെൽ, ലിപ്പിഡുകൾ, കൃത്രിമ DNA, പ്രോട്ടീനുകൾ, എൻസൈമുകൾ തുടങ്ങിയ 150-ലേറെ രാസഘടകങ്ങളിൽ നിന്നാണ് ഈ കോശത്തെ സൃഷ്ടിച്ചത്. ഇതിന് ലളിതമായ ബാക്ടീരിയയുടെ സാമ്യമുണ്ട്. ഗവേഷണ ലാബിൽ നൽകുന്ന ഫീഡർ ലിപ്പോസോം എന്ന സൂക്ഷ്മ കണികകളെയാണ് ഈ കോശം ഭക്ഷിക്കുന്നത്. കേരളത്തിലെ ഏത് സർവകലാശാലയാണ് പരമ്പരാഗത ആയോധന കലയായ കളരിപ്പയറ്റ് തങ്ങളുടെ സിലബസിന്റെ ഭാഗമാക്കി 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സും 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സും ആരംഭിക്കുന്നത്? കണ്ണൂർ സർവകലാശാല. കളരി ഗുരുക്കന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർ സർവകലാശാല പ്രൊഫസർമാരാകും. +2 യോഗ്യത ഉള്ളവർക്കായി 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും ബിരുദ യോഗ്യത നേടിയവർക്ക് 1 വർഷ ഡിപ്ലോമ കോഴ്സുമാകും ആരംഭിക്കുക. പുനർനിയമനം ലഭിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി 2027 ജൂലൈ വരെ പദവിയിൽ തുടരും. 2024 ജൂലൈയിലാണ് വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. നരേന്ദ്രമോദി, മൻമോഹൻ സിംഗ്, IK ഗുജ്റാൾ എന്നീ പ്രധാനമന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പ്രധാനമന്ത്രി അധ്യക്ഷനായ നിയമന സമിതിയാണ് കാലാവധി നീട്ടിയത്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്തതാണ്. 350 കിലോഗ്രാം ഭാരം വരുന്ന ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ഈ റോക്കറ്റ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണത്തിന് സജ്ജമാക്കിയിരിക്കുന്നത്. നാസയുടെ തകർച്ച നേരിടുന്ന ഏത് ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രത്തെ രക്ഷിക്കാനാണ് ലിങ്ക് എന്ന റോബോട്ടിക് ബഹിരാകാശ വാഹനം ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യം ലക്ഷ്യമിടുന്നത്? നീൽ ഗെഹ്റൽസ് സ്വിഫ്റ്റ് ഒബ്സർവേറ്ററി. സൗരവാതകങ്ങൾ കാരണം ഭ്രമണപഥം നഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുള്ള നാസയുടെ സ്വിഫ്റ്റ് നിരീക്ഷണ കേന്ദ്രത്തെ രക്ഷിക്കുവാനും അതിൻ്റെ ഭ്രമണപഥം വീണ്ടും ഉയർത്താനുമാണ് കാറ്റലിസ്റ്റ് സ്പേസ് ടെക്നോളജീസ് നിർമ്മിച്ച ലിങ്ക് എന്ന റോബോട്ട് ദൗത്യം ലക്ഷ്യമിടുന്നത്. മുൻകൂട്ടി ഡോക്കിംഗ് സംവിധാനം ഇല്ലാതെ രൂപകൽപ്പന ചെയ്ത ഒരു ഉപഗ്രഹവുമായി ബഹിരാകാശത്ത് വെച്ച് ബന്ധിപ്പിച്ച് നടത്തുന്ന ആദ്യത്തെ വാണിജ്യ റോബോട്ടിക് രക്ഷാപ്രവർത്തനമാണിത്. രാജ്യത്തെ ഗ്രാമസഭകളിൽ ഏറ്റവും കൂടുതൽ വനിതാ പങ്കാളിത്തമുള്ള സംസ്ഥാനം കേരളം. രാജ്യത്തെ 213 ജില്ലകൾ, 400 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി. സ്ത്രീദളിത് പങ്കാളിത്തത്തിൽ കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. രാജസ്ഥാൻ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറവ്. ഗ്രാമസഭകളിലെ സ്ത്രീ പങ്കാളിത്തം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാന്നിധ്യം, വനിതാ സൗഹൃദ പഞ്ചായത്തുകൾ, വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ എണ്ണം തുടങ്ങിയ സൂചികകളിലും കേരളം ഏറെ മുന്നിലാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അടുത്തിടെ കടുവകളെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയ കടുവാ സങ്കേതം ഏത്? സത്കോസിയ കടുവാ സങ്കേതം. ഈ കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. 2018 മധ്യപ്രദേശിൽ നിന്ന് ഒരു ജോഡി കടുവകളെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിലും വേട്ടയാടലും മനുഷ്യമൃഗ സംഘർഷവും കാരണം ഈ പദ്ധതി പരാജയപ്പെട്ടിരുന്നു. 2022 ദേശീയ കണക്കെടുപ്പ് പ്രകാരം സത്കോസിയയിൽ ഒരു കടുവ പോലും അവശേഷിച്ചിരുന്നില്ല. ദീപാവലിയും റംഗോലിയും പ്രമേയമാക്കി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം അമേരിക്ക. സംഗീത ഭൂതാഡ എന്ന കലാകാരിയാണ് ഈ മനോഹരമായ രംഗോലി ഡിസൈൻ തയ്യാറാക്കിയത്. ഇത് ക്യാമറയിൽ പകർത്തിയത് ബിജയ് ദീക്ഷിത്. ജെനീഫർ അർണോൾഡാണ് സ്റ്റാമ്പ് രൂപകൽപ്പന ചെയ്തത്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം കിലിയൻ എംബാപ്പെ. സ്വീഡനെതിരായ മത്സരത്തിലെ ഇരട്ട ഗോളോടെ ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. 8 ഗോളുകൾ വീതം നേടിയ ബ്രസീലിയൻ ഇതിഹാസങ്ങളായ റൊണാൾഡോ നസാരിയോയെയും ലിയോണി ഡെസിനെയും മറികടന്നാണ് എംബാപ്പയുടെ ഈ നേട്ടം. 2026 ആഗോള സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94. 167 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ ഈ മികച്ച നേട്ടം കൈവരിച്ചത്. 2025 99-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ മികച്ച പുരോഗതിയിലൂടെയാണ് ഇപ്പോൾ 94-ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. ഫിൻലാൻഡ് 1-ാം സ്ഥാനത്തും സ്വീഡൻ 2-ാം സ്ഥാനത്തും ഡെൻമാർക്ക് 3-ാം സ്ഥാനത്തുമാണ്. ഇന്ത്യയുടെ ആകെ സ്കോർ 100-ൽ 68.3 ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവിക അഭ്യാസമായ റിംപാക്ക് 2026 വേദി ഹവായി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ജോയിന്റ് ബേസ് പോൾ ഹാർബർ ഹിക്കം ആണ് ഇതിൻ്റെ പ്രധാന ആസ്ഥാനം.
30 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ 30ാമത് അന്താരാഷ്ട്ര നാവിക അഭ്യാസം ജൂൺ 24-ന് ആരംഭിച്ച് ജൂലൈ 31 വരെ തുടരും. ഇന്ത്യയിൽ SAR സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ ഫിൻലാൻഡ് കമ്പനിയുമായി കൈകോർത്ത ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് അഗ്നികുൽ കോസ്മോസ്. ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തുന്നതിന് ഒപ്റ്റിക്കൽ ക്യാമറകൾക്ക് പകരം റഡാർ ഉപയോഗിക്കുന്നവയാണ് SAR ഉപഗ്രഹങ്ങൾ. ഇരുട്ടുള്ള സമയത്തും മേഘാവൃതമായ കാലാവസ്ഥയിലും ഭൂമിയെ നിരീക്ഷിക്കാൻ റഡാർ സഹായിക്കുന്നു. ദുരന്ത നിവാരണം, അതിർത്തി നിരീക്ഷണം, സമുദ്ര നിരീക്ഷണം, അടിസ്ഥാന സൗകര്യ വികാസം, ദേശീയ സുരക്ഷ എന്നിവയ്ക്ക് SAR ഉപഗ്രഹങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്